കൈക്കൂലിക്കാരെ എറണാകുളത്ത് വെച്ച് ഓടിച്ചിട്ട് പിടിച്ചു വിജിലൻസ്. വളരെ രസകരമായിരുന്നു ആ ട്രാപ്പ്. എറണാകുളം കൊച്ചിൻ കോർപ്പറേഷനിലെ അവിടുത്തെ വൈറ്റില സോണൽ ഓഫീസിലെ ബിൽഡിംഗ് ഇൻസ്പെക്ടർ വലിയ കൈക്കൂലിക്കാരിയാണ്. തൃശ്ശൂർകാരി സ്വപ്നയാണ്. സ്വന്തമായി കാറുണ്ട്, കാറിലാണ് നടക്കുന്നത്. ശമ്പളത്തെക്കാട്ടിൽ കൂടുതൽ കിമ്പളം വാങ്ങുന്നുണ്ട് എന്ന് ഉറപ്പായി. ഇന്നലെ 2 സംഭവങ്ങളാണ് വിജിലൻസിന്റെ ട്രാപ്പിനകത്ത് വീണത്. ഒന്ന് കൊച്ചിയിൽ, മറ്റൊന്ന് തൃശ്ശൂർ. 2 ഉഗ്രൻ കാച്ച് തന്നെ. വിജിലൻസ് ഡിപ്പാർട്ട്മെന്റിനെ മൊത്തമായിട്ട് അഭിനന്ദിക്കുന്നു. ആ 2 ഡിവൈഎസ്മാരെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു. കൈക്കൂലിക്കെതിരായി അതിശക്തമായ നടപടി വിജിലൻസ് എടുക്കുന്നത് എന്ന് മനസ്സിലായത്. ഇവിടെ കൈക്കൂലിക്കാരിയെ പിന്തുടർന്നു ഓടിച്ചിട്ട് അവരെ പിടിച്ചു. അവരെ പിന്നോക്തലിനകത്ത് അവരെ കൈമുക്കി അവരെ ട്രാപ്പ് കംപ്ലീറ്റ് ആക്കിയതാണ് ഇന്നലത്തെ രസകരമായ സംഭവം എനിക്ക് തോന്നിയത്. ഇന്നലെ കൊച്ചിൻ കോർപ്പറേഷനിലെ വൈറ്റില സോണിലെ ബിൽഡിംഗ് ഇൻസ്പെക്ടർ ഒരു കെട്ടിടത്തിന് വേണ്ടിയിട്ട് അതിൻ്റെ സബൈലൻസ് സർട്ടിഫിക്കറ്റ് കൊടുക്കണമെങ്കിൽ അവർക്ക് കൈക്കൂലി കൊടുക്കണം. അതിൻ്റെ ഇൻസ്റ്റാൾമെൻറ്റ് 15,000 രൂപ ആദ്യം വേണം. അങ്ങനെ ആ 15,000 കൊടുക്കാമെന്ന് കക്ഷി പറഞ്ഞു. വൈറ്റിലെ ഏരിയ വെച്ച് കൈമാറാം, ഓഫീസിൽ വരണ്ട. അവർ കാറിൽ അവരുടെ 2 കുട്ടികളുമായിട്ട് വൈറ്റില ഏരിയയിൽ വന്നു. പണം വാങ്ങിച്ച ഉടനെ അവിടെ വിട്ടു ഓടി. കാറ് ഡ്രൈവ് ചെയ്ത് പോയി. പിന്നാലെ വിജിലൻസ് സംഘവും പാഞ്ഞു. അവരെ പൊന്നുരുതി ആ സ്കൂളിനടുത്ത് വെച്ച് അവരെ ബ്ലോക്ക് ചെയ്തു, പിടിച്ചു. ആധുനിക വേഷക്കാരിയും ആയിട്ട് നിൽക്കുന്ന കൈക്കൂലിക്കാരിയെ മുമ്പിൽ വിജിലൻസിന്റെ വാഹനം ക്രോസ് ചെയ്ത് തടഞ്ഞു. അവർ അന്തം വിട്ടുപോയി. കുട്ടികൾ കാറിന് ഉള്ളിലുണ്ട്. എന്തായാലും നാട്ടുകാർ കൂടി, വിജിലൻസ് ഓഫീസേഴ്സ് കൂടി, 2 ഗസറ്റഡ് ഓഫീസേഴ്സും എത്തി. അവിടെ വെച്ച് അവരുടെ കയ്യെ ഒരു ഗ്ലാസിനകത്തുള്ള വെള്ളം പോലെയുള്ള വെള്ളത്തിനകത്തോട്ട് മുക്കി കളർ മാറി. കാരണം അവർ കൈക്കൂലി വാങ്ങിച്ചു. കൈക്കൂലിയിലെ ഫിനോപ്തലിൻ പൗഡർ പുരട്ടിയിട്ടാണ് കൊടുത്തിരുന്നത്. ആ പൗഡർ കയ്യിലും പറ്റി, അവരുടെ നോട്ടിലും പറ്റി. കൈ സൊല്യൂഷനകത്ത് മുക്കാൻ പറഞ്ഞു. അവർ കൈ മുക്കി. കളറ് പിങ്ക് കളറായിട്ട് മാറി. കൈക്കൂലി വാങ്ങിച്ചു, കൈക്കൂലി പണം കയ്യിലുണ്ടെന്ന് പറഞ്ഞു. അത് കാറിൽ നിന്ന് എടുത്തു. ആ കൈക്കൂലി പണവും ആ ഫിനോപ്തലിൻ വെള്ളത്തിൽ മുക്കി. അതിൻ്റെ കളർ മാറി പിങ്ക് കളറിലോട്ട് പോയി. പിടി വീണു. ഓടിച്ചിട്ടാണ് ഇവരെ പിടിച്ചത്. അവർ കരഞ്ഞു, പൊട്ടിക്കരഞ്ഞു. അവർ മുഖം മറച്ചിരിക്കുന്ന കണ്ടു. എന്തിനാണ് ഇങ്ങനെ കൈക്കൂലി വാങ്ങിക്കുന്നത്? കൈക്കൂലി വാങ്ങിച്ച് വല്ലവരുടെയും പണത്തിലല്ലേ അവർ കാർ ഓടിച്ച് മിടുക്കിയായിട്ട് നടക്കുന്നത്? അവർക്ക് കഴിഞ്ഞുകൂടാനുള്ള പണം ശമ്പളമായിട്ട് കിട്ടുന്നില്ലേ? അതുകൊണ്ട് ആ പിടുത്തം നല്ല ക്ലാസിക് പിടുത്തമായിപ്പോയി. അതുകൊണ്ടാണ് ഞാൻ വിജിലൻസിനെ അഭിനന്ദിക്കുന്നത്. ഡിവൈഎസ്പി സംഘവും അവർ കുറേ ദിവസങ്ങളായി ഇവരുടെ പിന്നാലെ നടന്നിട്ടാണ് ഇപ്പോൾ ട്രാപ്പിലേക്ക് വന്നത്. എറണാകുളത്ത് കോർപ്പറേഷൻ വ്യാപകമായ അഴിമതിയാണെന്ന് എല്ലാവർക്കും അറിയാം. ധാരാളം പരാതികൾ വരുന്നുണ്ട്. കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ഇവിടുത്തെ തന്നെ ആരോഗ്യ മേഖലയിലെ 2 പേരെയും വിജിലൻസ് പൊക്കി. അത് ആരോഗ്യ മേഖലയിലും വളരെയധികം അഴിമതി നടക്കുകയാണ്. അതുകൊണ്ട് അവർ 2 ഉദ്യോഗസ്ഥരെ ആരോഗ്യ മേഖലയിൽ പണം വാങ്ങിച്ചപ്പോഴും അവിടെയും വിജിലൻസ് ട്രാപ്പ് ചെയ്തു. ഇപ്പോഴത്തെ ഇവരുടെ ട്രാപ്പ് നടക്കുന്ന സമയത്ത് തൃശ്ശൂരും മറ്റൊരു ട്രാപ്പ് നടന്നു. അവിടുത്തെ ഡിവൈഎസ്പി സംഘവും അവിടെ മോട്ടോർ വെഹിക്കിൾസ് ഇൻസ്പെക്ടർമാർ 2 പേരെ പൊക്കി. ഒന്നൊരു കൃഷ്ണകുമാർ, മറ്റൊരു അനീഷ് എന്ന് പറഞ്ഞ ആള്. 2 പേരും മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരാണ്. അവരെ തൃശ്ശൂരിലെ SN ഡ്രൈവിംഗ് സ്കൂളിലെ ആൾക്കാരിൽ നിന്ന് 75,000 രൂപ കൈക്കൂലി വാങ്ങിച്ചു. തൊണ്ടി സഹിതം പിടി വീണു. വിജിലൻസ് കൈക്കൂലി വാങ്ങിച്ചപ്പോൾ തന്നെ അവരെ തടഞ്ഞു. 2 പേരെയും അറസ്റ്റ് ചെയ്തു. അത് ഡ്രൈവിംഗ് സ്കൂളുകാർ പൊതുവെ ഇവർക്ക് ബൾക്കായിട്ട് പണം കൊടുക്കും. അത് മാസം ആണ് കൊടുക്കുന്നത് എനിക്ക് തോന്നുന്നു. കാരണം ഡ്രൈവിംഗ് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളൊക്കെ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തുമ്പം പാസ്സായി പോകണം, അല്ല പാസ്സാക്കി വിടണം, അല്ല അല്പം കൺസെഷൻ കാണിക്കണം. അതുകൊണ്ട് മോട്ടോർ വെഹിക്കിൾസ് ഇൻസ്പെക്ടർമാർ 2 പേർക്കും 75,000 രൂപയാണ് കൊടുത്തത്. അവരെ കൈവശം 81,500 രൂപ ഉണ്ടെന്നാണ് പറയുന്നത്. അതുകൂടെ പിടിച്ചെടുത്തു. ഏതായാലും 2 പേരും 2 മോട്ടോർ വെഹിക്കിൾസ് ഇൻസ്പെക്ടർമാരും കസ്റ്റഡിയിലായി. അവിടെ 2 ഗസറ്റ് ഓഫീസർ സാന്നിധ്യത്തിലാണ് ഇവരെ പിടിച്ചത്. അവരുടെ കൈയെ ഫിനോപ്തലിൻ സൊല്യൂഷനിൽ മുക്കി അത് പിങ്ക് കളറിലേക്ക് പോയി.
കാരണം ഇപ്പം ഇന്നലത്തെ തന്നെ 2 സ്ഥലത്ത് സൈമിൾട്ടേനിയസ് ആയിട്ട് വിജിലൻസ് നല്ല ട്രാപ്പാണ് നടത്തിയത്. ഒന്ന് വൻ കൈക്കൂലിക്കാരിയാണ് പിടിച്ചത്, അവര് തൃശ്ശൂരുകാരിയാണ് സ്വപ്ന. അവര് കുട്ടികളുടെ സാന്നിധ്യത്തിലാണ് ആ പിടുത്തം നടന്നത്. അതോടൊപ്പം തന്നെ തൃശ്ശൂർ 2 മോട്ടോർ വെഹിക്കിൾസിന്റെ സീനിയർ ഇൻസ്പെക്ടർമാര് മൊത്തമായി കൈക്കൂലി അവര് വാങ്ങിക്കുന്നത് ഡ്രൈവിംഗ് സ്കൂളുകാരിൽ നിന്നാണ്. അവരുടെ അന്നത്തെ പിരിവായിരിക്കണം രണ്ടുപേരുടെയും കയ്യിൽ 85,000 രൂപയും കൂടി ഉണ്ട് എന്നാണ് മനസ്സിലാക്കിയത്. ഏകദേശം 1.5 ലക്ഷം രൂപ ഒരു ദിവസം ഒക്കുകയാണ്. എന്തൊരു വ്യാപകമായ കൈക്കൂലിയാണ് കേരളത്തിൽ. എല്ലാ ഡിപ്പാർട്ട്മെന്റിനും കൈക്കൂലിയാണ്, അതിന് യാതൊരു സംശയമില്ല. ആൾക്കാരുകൾ എല്ലാവർക്കും പണത്തിന് വേണ്ടി നടക്കുകയാണ്. മറ്റുള്ളവനെ അവരെ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പണം ചൂഴ്ത്തി എടുക്കാനും അത് സർക്കാരിൻ്റെ അധികാരങ്ങൾ മിസ്യൂസ് ചെയ്യാനും ഒക്കെ നല്ല ബിരുദമാണ്. ഇവർക്ക് കിട്ടുന്ന പണം കൊണ്ട് അവരുടെ കുടുംബം പോറ്റാനുള്ള തീർച്ചയായിട്ടും സാധിക്കും എന്നുള്ള, പക്ഷേ അല്പസ്വല്പം ഒതുങ്ങണം. കുടുംബകാര്യത്തിലും അതുപോലെ തന്നെ വാഹനത്തിന്റെ കാര്യത്തിലും ഡ്രസ്സിന്റെ കാര്യത്തിലൊക്കെ നമ്മുടെ വരുമാനത്തിനകത്ത് ഒതുങ്ങി നിൽക്കുന്ന ഡ്രസ്സുകളും വാഹനങ്ങളും മാത്രം നമ്മൾ എടുക്കുക. ആഹ്ലാദിക്കാനും മറ്റുമായി വല്ലവരുടെ പണം കൊണ്ട് രാജ്യം മുഴുവൻ സഞ്ചരിക്കുക, ഇന്ത്യ വിട്ട് പല സ്ഥലങ്ങളിൽ പോവുക, നോർത്ത് ഇന്ത്യയിലൊക്കെ പോവുക. എവിടുന്നാണ് ഈ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ഈ അമിതമായ പണം? അവരില്ലെങ്കിൽ വേറെ വല്ല ബിസിനസ് പോയി ചെയ്തോളുക, സർക്കാർ ഉദ്യോഗസ്ഥന് മാറ്. കാരണം പാവപ്പെട്ട ജനങ്ങളെ എന്തിനാണ് ഇങ്ങനെ കൊല്ലുന്നത്? കാരണം അതുങ്ങളുടെ വേദന മനസ്സിലാക്കാതെ അവരിൽ നിന്ന് മാക്സിമം പണം എക്സ്ട്രാക്ട് ചെയ്യുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് ഈ 2 ട്രാപ്പും വിജിലൻസിന്റെ സൂപ്പർ ട്രാപ്പുകളിൽ ഒന്നാണ്. കോട്ടയത്തെ വിജിലൻസ് ഓഫീസർ നേരത്തെ കുറെ പിടിച്ചു കഴിഞ്ഞ് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. പൊതുവെ വിജിലൻസ് നല്ല വർക്ക് കേരളത്തിൽ ചെയ്യുന്നു പറയാതിരിക്കാനും, ഒരു വർഷം ഒരാളെങ്കിലും നല്ലൊരു ആളെ പിടിക്കുന്നതെന്ന് പറഞ്ഞാൽ വലിയ സന്തോഷമുള്ള കാര്യമാണ്. കാരണം അത് ആ ഡിപ്പാർട്ട്മെന്റിലുള്ളവർക്കും അത് തന്നെയല്ല മറ്റു ഡിപ്പാർട്ട്മെന്റിലുള്ളവർക്കും ഒക്കെ ഒരു മാതൃക ആണ്. ഇങ്ങനെ പിടി വീഴും, ഒരു കൈക്കൂലി കേസിനകത്ത് പെട്ടുപോയി കഴിഞ്ഞാൽ ആ കുടുംബം നശിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എത്രയോ പേരെ നമ്മൾ കണ്ടിരിക്കുന്നു. കാരണം ആ കുടുംബങ്ങളെല്ലാം നശിക്കും. കാരണം ഇതിനകത്ത് അവർ ചെലവാക്കുന്ന പണം വക്കീലിന് കൊടുക്കണം, കോടതി പോകണം, പോയി വരണം, വർഷങ്ങളോളം വിജിലൻസിന്റെ പുറകെ നടക്കണം. അതിനുശേഷം വിജിലൻസ് കുറ്റച്ചാർജ് കൊടുത്തു കഴിഞ്ഞാൽ ട്രയൽ ആയി അതിന് വക്കീലിന് പണം കൊടുത്തുകൊണ്ടിരിക്കണം. അവസാനം റിട്ടയർ ചെയ്ത് കഴിഞ്ഞപ്പോൾ ചിലപ്പോൾ ശിക്ഷ വരുന്നത്. ആ സമയത്ത് ജയിലിൽ പോയി കിടക്കണം. 5 6 വർഷം ശിക്ഷിക്കുന്നവരുണ്ട്. ഇതൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിലും, ഇതൊക്കെ അറിവുണ്ടെങ്കിലും പിന്നെ എന്തിനാണ് ഈ വഴിക്ക് പോകുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അതുകൊണ്ട് സർക്കാർ ഉദ്യോഗസ്ഥർ തീർച്ചയായിട്ടും അവരുടെ വരുമാനത്തിൻ്റെ അകത്ത് ഒതുങ്ങി നിന്ന് പൊതുജനങ്ങളെ സേവിക്കാൻ പഠിക്കണമെന്നാണ് എൻ്റെ അഭ്യർത്ഥന.